ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 21 മുതൽ 32 വരെ. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും യേശുക്രിസ്തുവിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അവരോട് കർത്താവ് പറഞ്ഞതിൻ്റെ ബാക്കി ഉപമയിലൂടെ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അധികാരമുള്ളവർ തങ്ങളാണ്, എന്നാൽ നിനക്ക് എന്ത് അധികാരമാണ്? അല്ലെങ്കിൽ ഈ അധികാരം നിനക്ക് ആരാണ് തന്നത്? അങ്ങനെയൊക്കെ കർത്താവിനെ വിമർശിക്കുമ്പോൾ കർത്താവ് അവർക്ക് തക്ക മറുപടി നൽകുന്നുണ്ട്. ഉന്നതാധികാരി സമിതിയുടെ മുൻപിൽ അത് കയ്യാളുന്ന ആളുകളോടാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നൽകുന്ന അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ ഒഴിഞ്ഞു മാറിപ്പോയവരാണ്. അവരോട് പറയുന്നു, 2 മക്കളുടെ ഉപമയിലൂടെ, അതായത് അനുസരണ സ്വഭാവവും പ്രവർത്തനവുമൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്നാമത്തവൻ തീർത്തും അനുസരണം കെട്ടവനെ പോലെ പിതാവിൻ്റെ ആജ്ഞയെ നിരസിച്ചു. രണ്ടാമത്തവൻ അപ്പ എന്ന് വിളിച്ച് സമ്മതിച്ചെങ്കിലും അപ്പൻ പറഞ്ഞത് ചെയ്തില്ല. അപ്പോൾ ഒന്നാമത്തെ മകൻ ഒരു പാപിയെ സൂചിപ്പിക്കുന്നു. ആദ്യം ഗണ്യമാക്കിയില്ലെങ്കിലും പിന്നീട് അനുതപിച്ച് ദൈവഹിതപ്രകാരം ജീവിതം ആരംഭിച്ചു. ഇത് ഒരു വലിയ സൂചനയാണ് നമുക്ക് നൽകുന്നത്. മാനുഷികമായ വീഴ്ചകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദൈവം ഇച്ഛിക്കുന്നത് പോലെ അല്ലാത്ത ജീവിതമൊക്കെ ഒരു പക്ഷെങ്കിൽ നയിച്ചിട്ടുണ്ടാവാം. അതിനുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ദൈവം മുൻപാകെ അനുതപിച്ച് അത് ചെയ്തത് ശരിയായില്ല എന്ന് അറിഞ്ഞ് തിരുത്തി വരുന്ന ഏതൊരാളെയും കർത്താവ് കൈക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമുക്ക് ഭൗമികമായ അധികാരങ്ങൾ ഉണ്ടാവാം, ഉന്നതമായ സ്ഥാനങ്ങൾ ഉണ്ടാവാം, നമുക്ക് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം, ദൈവം എങ്ങനെയുള്ളവനെന്ന് പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. ഇതൊന്നുമല്ല കർത്താവിൻ്റെ മുൻപാകെ നമ്മളെ നീതിമാന്മാരാക്കുന്നത്. നമ്മുടെ കുറവുകളെ, അനുസരണം കേടിനെ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ മനസ്സാ നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മളെ അംഗീകരിക്കും എന്നതാണ് വാസ്തവം. ഒന്നാമത്തെ മകൻ്റെ ചിത്രമാണത്. രണ്ടാമത്തെ മകൻ അപ്പനോട് പറഞ്ഞു, നീ പറയുന്നത് പോലെ ചെയ്യാം, ഓക്കെ, റെഡി, 100% ഉറപ്പ് നൽകിയിട്ട് അവൻ പോയില്ല. അപ്പോൾ ഇതിൽ ഏത് മകനാണ് നല്ലത് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഈ രണ്ടാമത്തെ മകൻ ഇസ്രായേൽ ജനതയുടെ
ഒരു അടയാളമാണ്. അവർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അഭിമാനിക്കുന്ന ആളുകളാണ്. മനംതിരിവില്ലാതെ തങ്ങൾക്ക് ബോധിച്ച വണ്ണം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദൈവിക കൽപ്പനകളെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇന്നും അങ്ങനെ തന്നെ അത് തുടരുകയും ചെയ്യുന്നു. നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിന് സമാനമായ ആളുകളൊക്കെ ഉണ്ടാവാം. തങ്ങളാണ് ഇതിനൊക്കെ അധികാരമുള്ളവരെന്നും കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലാൻ ലൈസൻസ് ഉള്ളവരെന്നും സ്വർഗരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഏജന്റുമാരാണെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള അഹംഭാവത്തോടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെ ഭയത്തോട് മാത്രമേ ഈ ഒരു വേദഭാഗം നമ്മൾ വായിക്കാവൂ. അതുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന രണ്ടാമത്തെ മകനേക്കാൾ ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അനുതപിച്ച് വീണ്ടും മടങ്ങി വരുന്ന മൂത്ത മകനെ പോലെ കർത്താവ് നമ്മളെ അംഗീകരിക്കുന്ന ഒരു മനംതിരിവ് നമുക്ക് അനിവാര്യമാണ്. നമ്മളൊന്നുമല്ലെന്ന് പറയുന്നതാണ് നമ്മുടെ ആത്മീയത. ഞാൻ എന്തൊക്കെയോ ആണെന്നും എനിക്കെല്ലാം അറിയാമെന്നും ഞാൻ പറയുന്നതാണ് ദൈവികത എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചാൽ അതിൻ്റെ പേര് ആത്മീകതയല്ല, അത് വെറും ഭൗമികതയാണ്. നമ്മൾ ആത്മീകത വളർത്തണമെങ്കിൽ തന്നെത്താൻ ഒന്ന് ചുരുങ്ങാൻ, താഴ്ത്തി സമർപ്പിക്കാൻ, ഞാൻ ഏതുമില്ല, തെറ്റിപ്പോയല്ലോ എന്ന് പറയാൻ മനസ്സൊരുക്കമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അംഗീകരിക്കും, നമ്മളെ മാനിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം മുൻപാകെ അനുസരണമുള്ളവരായി, വിനയമുള്ളവരായി ഞങ്ങളുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ സ്വമനസാലെ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. പലപ്പോഴും ഞങ്ങൾ നിഗളിച്ചു പോകാറുണ്ട്. അകംഭാവം ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. അതൊന്നും ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കരുതേ. കർത്താവെ, നേരായ മാർഗത്തിൽ അനുതാപത്തിൻ്റെ വഴിയിൽ ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. യേശു മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അളവറ്റ കരുണയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.